എന്തുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം അത്ഭുതകരമായ ഒരു പുസ്തകമായിരിക്കുന്നത്? ഈ പുസ്തകത്തിലൂടെ ദൈവം നമ്മോട് ഓരോരുത്തരോടും പറയുന്ന പ്രധാന വിഷയം എന്താണ്? ജീവസന്ദേശത്തിൻ്റെ ബൈബിൾ പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം. ബൈബിളിലെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ പഠനത്തിലേക്കാണ് ഇന്നു മുതൽ നമ്മൾ പ്രവേശിക്കുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ആരംഭങ്ങളുടെ ചരിത്രമാണ് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിലും ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കുടുംബത്തിൻ്റെ ചരിത്രത്തിന് വേണ്ടിയാണ് ഇതിലെ കൂടുതൽ പേജുകൾ നീക്കിവച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ കുടുംബത്തിലേക്ക് മനുഷ്യരെ കൂട്ടിച്ചേർക്കുവാനുള്ള ഒരു ബൃഹത്തായ ദൈവ പദ്ധതിയുടെ തുടക്കമാണ് നാം പഠിക്കുവാൻ പോകുന്നത്. ആരംഭം, ഉദ്ഘാടനം, ആദി, തുടക്കം, പിറവി, പ്രഭാതം തുടങ്ങിയ പ്രയോഗങ്ങൾ കേൾക്കുമ്പോൾ ഒരു ഉന്മേഷം തോന്നാറില്ലേ? കാരണം ആ വാക്കുകളിൽ ഒരു സന്തോഷമുണ്ട്, പ്രതീക്ഷയുണ്ട്. ഈ പറഞ്ഞതൊക്കെ വളരെ അർത്ഥവ്യാപ്തിയുള്ള പദങ്ങളുമാണ്. ഒരു ദിവസത്തിൻ്റെ തുടക്കമാണെങ്കിലും, ഒരു വർഷത്തിൻ്റെ ആരംഭമാണെങ്കിലും, വിവാഹ ജീവിതത്തിൻ്റെ തുടക്കമോ, ഒരു കുഞ്ഞിൻ്റെ പിറവിയോ, ഒരു പ്രോഗ്രാമിൻ്റെ തുടക്കമോ ആണെങ്കിലും ആരംഭത്തിന് അതിൻ്റേതായ ഒരു അനുഭൂതിയുണ്ട്. ഇത് വെറും ഒരു തോന്നലല്ല. എന്താണ് ഈ തുടക്കങ്ങളെ, ആരംഭങ്ങളെ വ്യത്യസ്തമാക്കുന്നത്? തുടക്കത്തിൽ താരതമ്യേന പ്രശ്നങ്ങൾ കുറവാണ് എന്നതാണ് ഒരു കാരണം. എന്നാൽ പിന്നീട് പോകെ സ്വപ്നങ്ങളും യാഥാർത്ഥ്യങ്ങളും തമ്മിലുള്ള അകലം വർദ്ധിക്കുന്നു. നിങ്ങൾക്കുണ്ടായിട്ടുള്ള ഇത്തരം അനുഭവങ്ങളെ ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കുമോ? കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച ആദ്യ നാളുകൾ, നിങ്ങളുടെ ആദ്യത്തെ കുഞ്ഞിനെ നിങ്ങളുടെ കൈകളിലേക്ക് വെച്ച് തന്നപ്പോൾ ഉണ്ടായ അനുഭൂതി, കൊതിച്ചിരുന്ന ഒരു ജോലി കിട്ടി അതിൽ ആദ്യമായി പ്രവേശിച്ച ദിവസമുണ്ടായ അനുഭൂതി, ഇത്തരം ഒരു വലിയ അനുഭവത്തെക്കുറിച്ചാണ് ഇന്നു മുതൽ നാം ഒരുമിച്ച് ചിന്തിക്കുന്നത്. അതെ, സകലത്തിൻ്റെയും തുടക്കം, മനുഷ്യ ചരിത്രത്തിൻ്റെ, സംസ്കാരത്തിൻ്റെ, ഭാഷകളുടെ, അങ്ങനെ സകലത്തിൻ്റെയും ആരംഭം. ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം ഇന്നു മുതൽ നാം പഠിക്കുവാൻ പോകുകയാണ്. ഈ അത്ഭുതകരമായ പുസ്തകം പഠിക്കുവാൻ നാം ആരംഭിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ഈ പുസ്തക പഠനത്തിലേക്ക് പ്രവേശിക്കാം. എൻ്റെ അഭിപ്രായത്തിൽ ബൈബിൾ മൊത്തം മനസ്സിലാക്കുവാൻ ഒരു വ്യക്തിയെ സഹായിക്കുന്ന താക്കോൽ പുസ്തകങ്ങളാണ് പഴയ നിയമം ആരംഭിക്കുന്ന ഉൽപ്പത്തി പുസ്തകവും പുതിയ നിയമം ആരംഭിക്കുന്ന മത്തായി എഴുതിയ സുവിശേഷവും. ഈ പഠനം ആരംഭിക്കുന്നതിന് മുൻപ് ഉൽപ്പത്തി പുസ്തകം മുഴുവനും കുറഞ്ഞത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ വായിക്കുവാൻ ശ്രദ്ധിക്കുമല്ലോ. ഏത് ബൈബിൾ പുസ്തകം പഠിക്കുവാൻ തുടങ്ങുമ്പോഴും ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും. ഒറ്റയിരിപ്പിൽ വായിക്കുന്നതാണ് നല്ലത്. അത് നിങ്ങളിൽ ചിലർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. എന്നാൽ അങ്ങനെ വായിക്കുന്നത് വളരെ പ്രയോജനം ചെയ്യും. ആദ്യമായി ഞാൻ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഒരു വിഹംഗ വീക്ഷണം നിങ്ങൾക്ക് നൽകാം. അതായത് ഈ പുസ്തകത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു അവലോകനം, മൊത്തം ബൈബിളിനെയും ബന്ധിപ്പിക്കുന്ന അനേകം കാര്യങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിലുണ്ട് എന്നത് ഈ പുസ്തകത്തിൻ്റെ സവിശേഷതയാണ്. അനേകം കാര്യമാത്ര പ്രസക്തമായ വിഷയങ്ങളുടെയും ആരംഭം ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാം. സൃഷ്ടിപ്പ്, മനുഷ്യൻ, പുരുഷൻ, സ്ത്രീ, പാപം, ശാപത്ത്, വിവാഹം, കുടുംബം, വേല, സമൂഹം, നാഗരികത, സംസ്കാരം, കൊലപാതകം, യാഗം, ജാതി, വംശം, ഭാഷകൾ, വീണ്ടെടുപ്പ്, പട്ടണങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നാം ആദ്യമായി കാണുന്നത് ഈ പുസ്തകത്തിലാണ്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ മനുഷ്യന് ലഭ്യമായിട്ടുള്ള രേഖകളിൽ
ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ആരംഭം കുറിക്കുന്നതായി നാം കാണുന്നത് ബൈബിളിൽ മാത്രമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം ചില പ്രത്യേക ആവിഷ്കാര രീതികൾ കാണുന്നുണ്ട്. ഉദാഹരണത്തിന്, ഇതാകുന്നു ഇന്നാരുടെ തലമുറകൾ എന്ന പ്രയോഗം ആവർത്തിച്ചാവർത്തിച്ച് കാണുന്നു. അതിന് കാരണം ഉൽപ്പത്തി പുസ്തകം ആദിയിലുണ്ടായിരുന്ന അനേകം കുടുംബങ്ങളുടെ ചരിത്രം രേഖപ്പെടുത്തുന്നു എന്നതാണ്. ഇതിൻ്റെ തുടർച്ചയായി വരുന്ന മനുഷ്യ കുടുംബത്തിലെ അംഗങ്ങളാണല്ലോ നാം ഓരോരുത്തരും. ഉൽപ്പത്തി പുസ്തകത്തിൽ വളരെ പ്രത്യേകതകളുള്ള അനേകം വ്യക്തികളെ കാണാം. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, യോസഫ്, ഫറവോൻ, മോശ, യോസഫ് ഒഴികെയുള്ള യാക്കോബിൻ്റെ 11 മക്കൾ, ഇവരെല്ലാം ഇതിനകത്ത് വരുന്നു. അബ്രഹാമിനെയും ഇസഹാക്കിനെയും യാക്കോബിനെയും യോസഫിനെയും ദൈവം പലവട്ടം അനുഗ്രഹിക്കുന്നത് നമുക്കിവിടെ കാണാം. അതുപോലെ ലോത്ത്, അബിമേലേക്ക്, പൊത്തിഫർ, യോസഫിനോട് കൂടെ തടവിൽ കിടന്ന അപ്പക്കാരൻ, ഫറവോൻ എന്നിവരെയും ദൈവം അനുഗ്രഹിച്ചു. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ മൊത്തത്തിലുള്ള ആശയം മനസ്സിലാക്കാൻ സഹായകരമായ ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആദ്യമായി ദൈവിക ഉടമ്പടിയെക്കുറിച്ച് പറയുന്നത് ഈ പുസ്തകത്തിലാണ്. അതുപോലെ ഈ പുസ്തകത്തിൽ യാഗപീഠം വളരെ പ്രസക്തമായ ഒരു വിഷയമാണ്. കുടുംബത്തിലുണ്ടാകുന്ന അസൂയയെക്കുറിച്ച് നാം ഇതിൽ കാണുന്നു. ദൈവം പിതാക്കന്മാർക്ക്, പ്രത്യേകിച്ച് അബ്രഹാമിന് പലവട്ടം പ്രത്യക്ഷപ്പെടുന്നത് നമ്മൾ ഇതിൽ കാണുന്നു. മറ്റെങ്കും കാണുന്നതിലേറെ തവണ മിസ്രൈമിനെ, അതായത് ഇന്നത്തെ ഈജിപ്തിനെ കുറിച്ച് ഈ പുസ്തകത്തിൽ നാം വായിക്കുന്നു. പാപത്തിന്മേൽ വരുന്ന ശിക്ഷയെക്കുറിച്ച് ഈ പുസ്തകത്തിൽ സൂചിപ്പിക്കുന്നു. മാത്രമല്ല, ദൈവത്തിൻ്റെ പരിപാലനത്തെക്കുറിച്ചും ഈ പുസ്തകത്തിൽ വ്യക്തമായി നാം വായിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ പ്രശസ്ത പ്രഭാഷകനായിരുന്ന റോബിൻസൺ എഴുതിയത് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. നാം ഇന്ന് ജീവിക്കുന്നത് പുസ്തകങ്ങളുടെ ഒരു കാലത്താണ്. അച്ചടിശാലയിൽ നിന്നും ഓരോ ദിവസവും അനവധി പുസ്തകങ്ങൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു. നാം എപ്പോഴും ലഘുഗ്രന്ഥങ്ങളും പാഠപുസ്തകങ്ങളും പ്രബന്ധങ്ങളും ആത്മീയ ഗ്രന്ഥങ്ങളും നിരൂപണങ്ങളും ബൈബിളിനെക്കുറിച്ചുള്ള പുസ്തകങ്ങളും സുവിശേഷങ്ങളെക്കുറിച്ചുള്ള പുസ്തകങ്ങളും വായിക്കുന്നു. ഇവയെല്ലാം ഭക്തി കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായി തോന്നാവുന്നതാണ്. എന്നാൽ സുവിശേഷങ്ങൾക്ക് മാത്രമായി നാം എത്ര സമയവും പ്രയത്നവും ചെലവഴിക്കാറുണ്ട്? സത്യത്തെക്കുറിച്ച് ആരെങ്കിലും നടത്തിയ ഒരു ആധുനിക പ്രസ്താവന വായിച്ചതുകൊണ്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വേഗത്തിൽ ഗ്രഹിക്കാൻ കഴിയുമെന്നൊരു തോന്നൽ നമുക്കെല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും. നമ്മുടെ വിദ്യാഭ്യാസത്തിനും നമുക്കിഷ്ടമുള്ള ഗ്രൂപ്പുകൾക്കും സുപരിചിതമായ വിധത്തിലാണ് ഇവയൊക്കെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നതിനാൽ ഈ പറയുന്ന ആധുനിക പ്രസ്താവനകൾ ഗ്രഹിക്കുവാൻ താരതമ്യേന എളുപ്പവുമാണ്. എന്നാൽ നമ്മുടെ അന്തരാത്മാവിലേക്ക് ആഴ്ന്നിറങ്ങി നമ്മിൽ നിലനിൽക്കുന്ന സത്യങ്ങളായി മാറുന്നത് നാം അനായാസം നേടിയെടുക്കുന്ന കാര്യങ്ങളല്ല. പടപൊരുതി നേടിയെടുത്തിട്ടില്ലാത്തതൊന്നും മൂല്യമുള്ളതായി അനുഭവപ്പെടില്ല എന്ന ലളിതമായ യാഥാർത്ഥ്യം ഓർത്തിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. പ്രകൃതി സത്യങ്ങളെ ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാകും. അനായാസം ഗ്രഹിക്കുവാൻ കഴിയുന്ന വിധത്തിലല്ല അവയൊക്കെ നൽകപ്പെട്ടിരിക്കുന്നത്. ഉദാഹരണത്തിന്, വിലയേറിയ മുത്തുകൾക്കായി പാടുപെടുന്ന ഒരു മനുഷ്യനിൽ കാണാറുള്ള പാഠവവും ചുറുചുറുക്കുമാണ് കൃപയുടെ നിധിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരിലും കാണേണ്ടത്. റോബിൻസൻ്റെ ഉദ്ധരണിയാണ് ഞാൻ വായിച്ചത്. ബൈബിൾ പഠിക്കുമ്പോഴും ഈ വാക്കുകളാണ് ഓർത്തിരിക്കേണ്ടത്. ഞാൻ റോബിൻസൺ പറഞ്ഞതിനോട് പൂർണ്ണമായി യോജിക്കുന്നു. കാരണം മറ്റൊരു ഗ്രന്ഥത്തിനും കഴിയാത്ത വിധം ബൈബിൾ നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കുവാൻ കഴിവുള്ള ഗ്രന്ഥമാണ്. അതുകൊണ്ടാണ് ഞാൻ പഠിപ്പിക്കുന്ന അധ്യായങ്ങളും വാക്യങ്ങളും എല്ലാം വായിക്കുന്നത്. ദൃശ്യമാധ്യമങ്ങളിലൂടെ ആകുന്നു നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നതെങ്കിൽ വേദഭാഗങ്ങളെല്ലാം സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ദൈവവചനം വളരെ വിലപ്പെട്ടതാണ്. ജീവിക്കുന്ന ഈ അത്യാധുനിക യുഗത്തിൽ വളരെയേറെ വ്യത്യസ്തങ്ങളായ ഭാവത്തിലും രൂപത്തിലും ബൈബിളും ബൈബിൾ പഠനങ്ങളും ലഭ്യമാണ്. എന്നാൽ ഈ പഠനത്തിന് ഞാൻ എൻ്റേതായ ഒരു ശൈലി സൂക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ വിഭജനം എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഏതൊരു പുസ്തകവും പഠിക്കുമ്പോൾ അതിലെ വിഷയങ്ങളുടെ വിഭജനം നാം അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ ആ പുസ്തകം ശരിയായി ഗ്രഹിക്കുവാൻ കഴിയൂ.
ഉൽപ്പത്തി പുസ്തകത്തെ രണ്ടായി വിഭജിക്കുകയാണെങ്കിൽ ആദ്യത്തെ 11 അധ്യായങ്ങൾ ഒരു പൂർണ്ണമായ ഭാഗമാണ്. 12 മുതൽ 50 വരെയുള്ള അധ്യായങ്ങൾ തികച്ചും വ്യത്യസ്തമായ മറ്റൊരു ഭാഗമാണ്. ഒന്നാമത്തെ ഭാഗം സൃഷ്ടിപ്പ് മുതൽ അബ്രഹാം വരെയുള്ള പ്രധാന വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. രണ്ടാമത്തെ ഭാഗത്തിൽ അബ്രഹാം മുതൽ യോസഫ് വരെയുള്ള ചരിത്രമാണ് നാം കാണുന്നത്. ഒന്നാമത്തെ ഭാഗം കൈകാര്യം ചെയ്യുന്നത് അസാധാരണമായ വിഷയങ്ങളെയാണ്, നമ്മുടെ ചിന്തയെ ഉദ്ദീപിപ്പിക്കുന്നതും ആകർഷിക്കുന്നതുമായ വിഷയങ്ങൾ. സൃഷ്ടി, മനുഷ്യൻ്റെ വീഴ്ച, ജലപ്രളയം, ബാബേൽ ഗോപുരം തുടങ്ങിയവയാണ് ആദ്യത്തെ വിഷയങ്ങൾ. രണ്ടാമത്തെ ഭാഗം വ്യക്തികളെയാണ് പരാമർശിക്കുന്നത്. അബ്രഹാം വിശ്വാസത്തിൻ്റെ മനുഷ്യൻ, ഇസഹാക്ക് പ്രിയപുത്രൻ, യാക്കോബ് തിരഞ്ഞെടുക്കപ്പെട്ട ശിക്ഷിച്ച് നന്നാക്കിയ മകൻ, യോസഫും അവൻ്റെ കഷ്ടങ്ങളും മഹത്വവും, അങ്ങനെ പോകുന്ന രണ്ടാമത്തെ പ്രധാന ചിന്തകൾ. ഞാനീ പറഞ്ഞതാണ് പ്രധാന ഭാഗങ്ങളെങ്കിലും ഉൽപ്പത്തി പുസ്തകത്തിൽ കാലഗണനമായി ബന്ധപ്പെട്ട പ്രസക്തമായ മറ്റൊരു വിഭജനം കൂടിയുണ്ട്. അത് ഞാനൊന്ന് വിശദീകരിക്കാം. ആദ്യത്തെ 11 അധ്യായങ്ങൾ ഏറ്റവും കുറഞ്ഞത് 2000 വർഷങ്ങളിലെ വിഷയങ്ങളെയാണ് കൈകാര്യം ചെയ്യുന്നത്. 2000 വർഷങ്ങളിലെ വിഷയങ്ങളെ. വാസ്തവത്തിൽ 2000 മുതൽ അങ്ങോട്ട് എത്ര വേണമെങ്കിലും പോകാം. എൻ്റെ അഭിപ്രായത്തിൽ അനേക ലക്ഷം വർഷങ്ങൾ ഉണ്ടാവാം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. താങ്കൾ മുറുകെ പിടിക്കുന്ന സിദ്ധാന്തത്തിന് എത്ര വർഷങ്ങൾ വേണോ അത് മുഴുവനും ഉൾക്കൊള്ളുന്നതാണ് ഉൽപ്പത്തിയിലെ ഈ ആദ്യ ഭാഗം. ഏറ്റവും കുറഞ്ഞത് 2000 വർഷം. എന്നാൽ ഈ പറഞ്ഞ 11 അധ്യായങ്ങൾ ഏറ്റവും കുറഞ്ഞത് 2000 വർഷങ്ങളിലെ വിഷയമായിരിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിലെ ബാക്കിയുള്ള 39 അധ്യായങ്ങൾ 350 വർഷങ്ങളിലെ ചരിത്രം മാത്രമേ കൈകാര്യം ചെയ്യുന്നുള്ളൂ. ഇനി അതിനേക്കാൾ രസം, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം മുതൽ പഴയ നിയമവും പുതിയ നിയമവും കൂടി ഉൾപ്പെടുന്ന കാലഘട്ടം 2000 വർഷങ്ങൾ മാത്രമാണ് എന്നുള്ളതത്രേ. അതുകൊണ്ട് സമയത്തിൻ്റെ കാര്യം പരിഗണിച്ചാൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം മുതൽ 11-ാം അധ്യായം വരെ പഠിച്ചു കഴിയുമ്പോൾ ബൈബിളിലെ പകുതി സമയത്തെ നാം കവർ ചെയ്ത് കഴിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്ത ഇവിടെ രൂപപ്പെടുത്തുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗം നൽകിയതിൽ ദൈവത്തിന് കൃത്യമായൊരു ഉദ്ദേശമുണ്ടായിരുന്നു. ഇവിടെ ഒരു ചോദ്യം പ്രസക്തമാണ്. ദൈവം കൂടുതൽ ഊന്നൽ നൽകുന്നത് ഈ ആദ്യ ഭാഗത്തിനാണോ അതോ ബൈബിളിൻ്റെ ശേഷിക്കുന്ന ഭാഗത്തിനാണോ? നല്ല ചോദ്യമാണല്ലേ. രണ്ടാമത്തെ ഭാഗത്തിനാണ് ദൈവം കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം ബൈബിളിൻ്റെ സിംഹഭാഗവും വേർതിരിച്ചിരിക്കുന്നത് 2-ാം ഭാഗത്താണ്. ആദ്യത്തെ ഭാഗം കൈകാര്യം ചെയ്യുന്നത് പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയും മനുഷ്യവംശത്തിൻ്റെ വികാസവുമാണ്. എന്നാൽ രണ്ടാമത്തെ ഭാഗം കൈകാര്യം ചെയ്യുന്നത് മനുഷ്യൻ, രാഷ്ട്രങ്ങൾ, ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു, ഇതൊക്കെയാണ്. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് സൃഷ്ടിച്ച മുഴുവൻ പ്രപഞ്ചത്തെക്കാൾ ഏറെ താല്പര്യം അവന് അബ്രഹാം എന്ന ഒരു വ്യക്തിയിലായിരുന്നു. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സുഹൃത്തെ, ദൈവത്തിന് ഈ കാണുന്ന ഭൗതിക പ്രപഞ്ചത്തെക്കാൾ ഏറെ താല്പര്യം താങ്കളോടാണ്. അവൻ അധികം വില കൽപ്പിക്കുന്നത് നിങ്ങൾക്കാണ്. ഇത് അത്ഭുതകരമായൊരു ചിന്തയാണല്ലേ. ഒന്നിനും സമയമില്ല എന്ന് പറയുന്ന മനുഷ്യൻ യാതൊരു പ്രയോജനവുമില്ലാത്ത പലതിൻ്റെയും പിന്നാലെ ഓടുകയാണ്. ഇങ്ങനെ ഓടിയിട്ട് എന്ത് നേടിയെന്ന് ചോദിച്ചാൽ അവന് തന്നെ അറിയില്ല എന്ത് നേടിയെന്ന്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം മുതൽ 11-ാം അധ്യായം വരെയുള്ള വിഷയങ്ങളെ അവലോകനം ചെയ്ത് അതിൻ്റെ സത്യവും അസത്യവും കണ്ടുപിടിക്കുവാൻ എന്തുമാത്രം പണവും കഴിവുകളും സമയവുമാണ് മനുഷ്യൻ നഷ്ടപ്പെടുത്തുന്നത്. എന്നാൽ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് നിങ്ങളും ഞാനും. തൻ്റെ മഹത്വത്തിനായി താൻ സൃഷ്ടിച്ച മക്കളാണ് ദൈവത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രിയപ്പെട്ടതും. വേറൊരു ഉദാഹരണത്തിലൂടെ ഞാനിതൊന്ന് വിശദീകരിക്കാം. ദൈവത്തിന് പ്രധാനപ്പെട്ടത് എന്താകുന്നു എന്ന് തിരിച്ചറിയുവാൻ സഹായിക്കുന്ന മറ്റൊരു ഉദാഹരണം. പുതിയ നിയമത്തിൽ 4 സുവിശേഷങ്ങളിലും കൂടി മൊത്തം 89 അധ്യായങ്ങളാണുള്ളത്. അവയിൽ 4 അധ്യായങ്ങൾ മാത്രമാണ് യേശുക്രിസ്തുവിൻ്റെ
ഈ ഭൂമിയിലെ ആദ്യത്തെ 30 വർഷത്തെ പരാമർശിക്കുന്നത്. 33 വർഷം ഇവിടെ ജീവിച്ച യേശുക്രിസ്തുവിൻ്റെ ആദ്യത്തെ 30 വർഷത്തെ പരാമർശിക്കുന്നതിന് വേണ്ടി 4 അധ്യായങ്ങൾ മാത്രം എഴുതി. 85 അധ്യായങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ഒടുവിലത്തെ ഈ ഭൂമിയിലെ അവസാനത്തെ 3 വർഷത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ തന്നെ 27 അധ്യായങ്ങൾ ക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ ഒടുവിലത്തെ 8 ദിവസങ്ങളിലെ വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് ഏത് വിഷയത്തിലാണ് ഊന്നൽ കൊടുക്കുന്നത് എന്നത് ഇതിൽ നിന്ന് വ്യക്തമാണല്ലോ. എന്താണ് അതിൻ്റെ അർത്ഥം? സുവിശേഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം യേശുവിൻ്റെ പീഡാനുഭവവും മരണവും ഉയർത്തെഴുന്നേൽപ്പും എന്നിവയല്ലേ? വേറെ വിധത്തിൽ പറഞ്ഞാൽ, ദൈവം സുവിശേഷങ്ങൾ നമുക്ക് നൽകിയത് ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്കായി മരിച്ചു എന്നും നമ്മുടെ നീതീകരണത്തിനായി ഉയർത്തെഴുന്നേറ്റു എന്നും നാം വിശ്വസിക്കേണ്ടതിനത്രേ. അതാണ് അത്യന്താപേക്ഷിതമായ കാര്യം. അത് ഏറ്റവും പ്രധാനപ്പെട്ട സത്യമത്രേ. ലോകത്തിലുള്ള സകല ജ്ഞാനവും സമ്പാദിച്ചിട്ട് സകല വിവരങ്ങളും മനസ്സിലാക്കിയിട്ട് ഈ ഒരു സത്യം നാം അറിയാതെ പോയാൽ, ഇത് അംഗീകരിക്കാതെ പോയാൽ, മറ്റ് അറിവ് കൊണ്ടൊന്നും യാതൊരു പ്രയോജനവും ഉണ്ടാകില്ല. അതുകൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട മക്കൾ അറിഞ്ഞിരിക്കേണ്ട കാര്യത്തിന് മാത്രം ഊന്നൽ കൊടുത്ത് തൻ്റെ വചനത്തിലൂടെ ദൈവം അത് നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. അതായത് ബൈബിളിലെ ആദ്യത്തെ 11 അധ്യായങ്ങൾ ബൈബിളിൻ്റെ അവതാരിക മാത്രമാണ്. നാം ഈ വിധത്തിൽ വേണം ആ ഭാഗം കാണുവാനും പഠിക്കുവാനും. അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഈ ആദ്യത്തെ 11 അധ്യായങ്ങൾ ഞാൻ പഠിപ്പിക്കില്ലെന്നോ, അങ്ങനല്ല. അത് പ്രാധാന്യം കുറച്ച് പഠിപ്പിക്കുമെന്നോ നിങ്ങൾ ചിന്തിക്കണ്ട. അർഹിക്കുന്ന ഗൗരവം നൽകി സമയമെടുത്ത് തന്നെ ആയിരിക്കും നാം അത് പഠിക്കുവാൻ പോകുന്നത്. ഇനിയും ഉൽപ്പത്തി പുസ്തകം വിഭജിച്ച് പഠിക്കുവാൻ ഏറ്റവും നല്ല മാർഗം കുടുംബമായുള്ള വംശാവലിയിലൂടെ അതിനെ മനസ്സിലാക്കുന്നതാണ്. മലയാളികളായ നമുക്കൊക്കെ ഏറ്റവും താല്പര്യം തരുന്ന ഒരു വിഭജനമായിരിക്കുമല്ലോ ഇത്. കുടുംബയോഗങ്ങൾക്ക് വളരെ പ്രചാരമുള്ള ഇക്കാലത്ത് കൊച്ചുകുട്ടികൾ പോലും ഇൻ്റർനെറ്റിലും മറ്റും പരതി ഫാമിലി ട്രീ ഉണ്ടാക്കി പഠിക്കുന്നത് കാണാൻ സാധിക്കും. ഫേസ്ബുക്കിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ ഇതാണല്ലോ മനുഷ്യൻ ചെയ്യുന്നത്. ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത കസിൻസിനെയും കുടുംബക്കാരെയും ഫേസ്ബുക്കിലൂടെയും വെബ്സൈറ്റുകളിലൂടെയും കണ്ടെത്തി ബന്ധങ്ങൾ പുതുക്കുന്നത് എന്ത് രസമാണില്ലേ? നാട്ടിലാണെങ്കിൽ പ്രായമുള്ളവർ കുടുംബയോഗത്തിൻ്റെ തിരക്കിലാണ്. പണ്ടൊന്നും പരസ്പരം അറിയാത്തവർ പോലും ഇപ്പോൾ ശാഖകൾ ഉണ്ടാക്കിയ ഒരു കുടുംബമായി കഴിഞ്ഞുകൂടുന്നു. അത് നല്ല കാര്യം തന്നെ, അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മളെല്ലാം ഒരു കുടുംബത്തിലെ ആളുകൾ തന്നെയാണ്. അതുകൊണ്ട് കുടുംബയോഗത്തിന് വലിയ പേരിട്ടിട്ട് അവിടുത്തേതാണ് ഇവിടുത്തേതാണെന്നൊക്കെ പറഞ്ഞാൽ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലെങ്കിൽ തന്നെ ആ പേര് പറയുന്നതിനൊരു സുഖമുണ്ട്. അത് നടക്കട്ടെ, അതങ്ങനെ നടക്കട്ടെ. ഉൽപ്പത്തി പുസ്തകത്തിലെ കുടുംബയോഗങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതിൽ ഏത് ശാഖയിലുള്ളവരാണ് നിങ്ങളെന്ന് നന്നായി ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ 2-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം വരെ ആകാശത്തിലും ഭൂമിയിലുമുള്ള എല്ലാറ്റിൻ്റെയും വംശാവലിയാണ് നാം കാണുന്നത്. തീർച്ചയായും നിങ്ങൾ അതിനകത്ത് വരും. ഇനി 2-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം മുതൽ 6-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം വരെ ആദാമിൻ്റെ വംശാവലി നാം കാണുന്നു. അതിലുമുണ്ട് നിങ്ങൾ. ഇനി 6-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 9-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യം വരെ നോഹയുടെ വംശാവലി നാം കാണുന്നു. നമ്മളെല്ലാവരും അതിലുമുണ്ട്. ഇനി 10-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ 11-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം വരെ നോക്കുമ്പോൾ നോഹയുടെ പുത്രന്മാരുടെ വംശാവലി നാം കാണുന്നു. അതിലെവിടെയാണ് നിങ്ങൾ വരുന്നതെന്ന് ആ ഭാഗം പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞു തരാം. 11-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം മുതൽ 26-ാം വാക്യം വരെ ശേമിൻ്റെ പുത്രന്മാരുടെ വംശാവലിയാണ്. 11-ാം അധ്യായത്തിൻ്റെ 27 മുതൽ 25-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം വരെ തേരഹിൻ്റെ വംശാവലിയാണ്. 25-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം മുതൽ 18-ാം വാക്യം വരെ ഇസ്മായേലിൻ്റെ വംശാവലിയാണ് കാണുന്നത്. ഇനിയും 25-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 35-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യം വരെ
ഇസഹാക്കിൻ്റെ വംശാവലി നാം വായിക്കുന്നു. 36 അധ്യായത്തിൻ്റെ 1 മുതൽ 37 അധ്യായത്തിൻ്റെ 1 വാക്യം വരെ യേശാവിൻ്റെ വംശാവലി നാം കാണും. 37 അധ്യായത്തിൻ്റെ 2 വാക്യം മുതൽ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഒടുവിലത്തെ വാക്യം വരെ യാക്കോബിൻ്റെ വംശാവലി ആണ് നാം കാണുന്നത്. ഇനിയും പറയൂ, എങ്ങനെയുണ്ട് ഈ കുടുംബചരിത്രം? ഉൽപ്പത്തി പുസ്തകത്തിലൂടെ ഇതെല്ലാം നമുക്ക് നൽകിയിട്ടുണ്ട്. ഇത് കുടുംബങ്ങളുടെ ഒരു പുസ്തകമാണ്. ഈ വീക്ഷണത്തിൽ കൂടി നാം ഈ പുസ്തകം പഠിക്കുവാൻ ശ്രമിക്കുമ്പോൾ അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും അനുഗ്രഹമായി മാറും. അതെ, ദൈവത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങളും ഞാനുമാണ്. അത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ തന്നെ നാം മനസ്സിലാക്കിയാൽ ബൈബിളിൻ്റെ മൊത്തം പഠനത്തിൽ നമുക്കത് കൂടുതൽ പ്രയോജനം ചെയ്യും. അതെ, നമ്മെ വിലപ്പെട്ടവരായി അവൻ കാണുന്നു. നമ്മൾ ആരും വിലയില്ലാത്തവരല്ല, ദൈവത്തിന് നാം വിലയുള്ളവരാണ്. ഈ വലിയ അനുഗ്രഹം ദൈവം നമുക്ക് തന്നിരിക്കുമ്പോൾ അത് പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ നമുക്ക് ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കാം. കർത്താവേ, നിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതാണല്ലോ. അത് ഞങ്ങൾക്ക് അനുഗ്രഹമായി തന്നിട്ടുള്ളതോർത്ത് സ്തോത്രം. ഞങ്ങൾ ഉൽപ്പത്തി പുസ്തകം പഠിക്കുവാനായിട്ട് ആരംഭിക്കുമ്പോൾ അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഓരോരുത്തരെയും ഇതിലെ സത്യങ്ങളെ ഗ്രഹിപ്പാൻ തക്കവണ്ണം ശക്തീകരിക്കണമേ. ഈ പുസ്തകം മാത്രമല്ല, തുടർന്നുള്ള എല്ലാ പുസ്തകങ്ങളിലും ഞങ്ങൾ നിൻ്റെ കൃപയ്ക്ക് വേണ്ടി യാചിക്കുന്നു. ഇന്ന് ഈ പുസ്തക പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. തുടർന്നുള്ള ദിവസങ്ങളിലും മുടങ്ങാതെ ഈ പ്രോഗ്രാം ശ്രദ്ധിക്കുവാനും പ്രയോജനപ്പെടുത്തുവാനും എൻ്റെ കുഞ്ഞുങ്ങളെ നീ ശക്തീകരിക്കണമേ. തന്ന നല്ല സമയത്തിനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവഗൃഹത്തിലെ അംഗമായി തീരുവാനുള്ള ഒരു അവസരം കൂടിയാണ് ഉൽപ്പത്തി പുസ്തകത്തിലൂടെ ദൈവം നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നത്. വരുവാനുള്ള തലമുറയ്ക്ക് പാഠമായിരിക്കേണ്ടതിനായി ദൈവമനുഷ്യരുടെ വിശ്വാസവും വീഴ്ചകളും അവരുടെ ബലഹീനതകളും എല്ലാം ദൈവാത്മാവ് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവ പൈതലായി തീരുന്ന ഒരു വ്യക്തിക്ക് ഇതിലെ പാഠങ്ങൾ വലിയ മുതൽക്കൂട്ട് തന്നെ ആയിരിക്കും എന്നതിൽ സംശയമില്ല.